ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എളുപ്പമാവുമല്ലോ, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ്. ലഞ്ച് ബോക്സിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാമേ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കണം. പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുണ്ടാക്കുന്ന സമയത്ത് പറയാം, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇനി ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ആവശ്യത്തിന് എടുക്കാം. ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് കരുതിയാണ് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്ത് കാണിക്കാതിരുന്നത്. എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പറയാമെന്ന് കരുതി. അതുമല്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഉള്ളി, കറിവേപ്പില, കടുക്, പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ചോറ് നമ്മൾ സാധാ അരി ഉണ്ടല്ലോ, ബിരിയാണി അരി ഒന്നുമല്ല, സാധാ ഞങ്ങൾ ചോറ് വയ്ക്കുന്ന അതേ ചോറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. റോസ് അരി ആയാലും കുഴപ്പമില്ല, വെള്ള അരി ആയാലും കുഴപ്പമില്ല. ബിരിയാണി അരി ഇതിന് അത്ര ടേസ്റ്റ് അല്ല. ബിരിയാണി ഇതുപോലെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി നന്നായിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരണം. നല്ലതുപോലെ കളറൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില ചേർക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചതെങ്കിൽ ആ ഒരു അനുസരിച്ച് വേണം, അതിൻ്റെ ഉപ്പ് അനുസരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഞാൻ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട്. നിങ്ങൾ കറിവേപ്പില അല്ല അതിന് പകരം മല്ലിയിലയാണ് ചേർക്കുന്നതെങ്കിൽ ചോറെല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിന് അളവൊന്നുമില്ല. അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചെടുക്കാം. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോടെ അവർ കഴിച്ചോളും. അതുപോലെ തന്നെ വേറെ ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഉള്ളിയിലേക്ക്, കളർ ചേഞ്ചായി വന്ന ഉള്ളിക്കുട്ടിലേക്ക് ഈ ചോറങ്ങ് ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു കളറും അതിൻ്റെ ഒരു നല്ല കളറും കിട്ടും. അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം, എന്നാലേ ഒരു നന്നായിട്ടൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ലഞ്ച് ബോക്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് കറികളുടെ ഒന്നും ഒരാവശ്യമില്ല. ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു അച്ചാർ അല്ലെങ്കിൽ സലാഡ് ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ജോലി എളുപ്പമാവും. ഒരുപാട് കറികളൊന്നും വേണ്ട. ചില ദിവസങ്ങളിൽ ഒത്തിരി കറികളൊന്നും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ കാണില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് തട്ടിക്കൂട്ടി ഇതുപോലെ അങ്ങ് കൊടുത്തു വിടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കുട്ടികൾ കഴിച്ചോളും. ഇതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തി കൂടെ റെഡിയാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണേ. ചോറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം അടുപ്പിലിട്ടേക്കണമെന്നില്ല. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ലഞ്ച് ബോക്സിലാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടോടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ ചോറിലേക്ക് നല്ല ബെസ്റ്റായിട്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള ചമ്മന്തിയും കൂടി റെഡിയാക്കുന്നതെന്ന് കാണിച്ചാൽ, സാധാ അരച്ചെടുക്കുന്ന ചമ്മന്തി ആയാലും കുഴപ്പമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് വ്യത്യസ്തമായിട്ട് റെഡിയാക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. പക്ഷേ എന്നാലും ലഞ്ച് ബോക്സിലൊക്കെ ആക്കുമ്പോൾ എന്ത് ആക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്തായാലും ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. അതിലേക്കായിട്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ചമ്മന്തിയിൽ എന്തൊക്കെ വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതിൽ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3-4 എണ്ണം ഈ തേങ്ങയിലേക്ക് ഒന്ന് ചേർക്കണം. ഞാനൊരു 3 എണ്ണമാണ് തേങ്ങയിലേക്ക് ചേർക്കുന്നത്. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ മാറ്റി കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഇനി അരിഞ്ഞതിലേക്ക് ചേർക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് ക്രഷായി കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അരിഞ്ഞത് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട, ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്ത തന്നെ റെഡിയാക്കുന്ന പ്രൊസീജിയർ നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം.
ഇനി ഇതിലേക്കൊരു മുട്ട ചേർക്കുന്നുണ്ട്, അതെടുത്ത് വെക്കാൻ മറക്കല്ലേ. ഇനി കടുകും കൂടെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഉള്ളി നമ്മൾ തേങ്ങയിൽ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണ് എടുത്ത് വെച്ചിരുന്നത്, അരിഞ്ഞു വെക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഉള്ളിയുടെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ കൂട്ടും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത്, എന്നാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കണം. അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം അടിക്ക് പിടിക്കില്ലല്ലോ, അതുകൊണ്ട് ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഈ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ചിക്കി എടുക്കണം. ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കാനും ഒരു 2-3 മിനിറ്റ് അത്രയും മതിയാവും. പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം തീരും. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഈ മുട്ടയും കൂടി ഒന്ന് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തതിന് ശേഷം തേങ്ങയുമായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാക്കൂട്ടും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള തേങ്ങാ മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. വീഡിയോ തീരാറായി, എന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.